ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ ഒരു പോർട്ടബിൾ വാട്ടർ പമ്പാണ്. അതായത് നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് കൊണ്ട് കടന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പമ്പ് എന്ന് പറയാം. ഇതിന് എക്സ്ട്രാ നമ്മൾ കറണ്ടിൻ്റെ ആവശ്യമില്ല, അതുപോലെ ഒരു എഞ്ചിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഒരു ഹെഡും, അതായത് ഒരു മോട്ടർ ഹെഡും ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു സ്കൂട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി വാട്ടർ പമ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പാർട്സിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ട പാർട്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പട്ടാളക്കടയിൽ വന്നൊക്കെയാണ്. ഈ പട്ടാളക്കട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ സാധനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. വാങ്ങുകയും ചെയ്യും, കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സൈഡിലൂടെ നമ്മൾ പറഞ്ഞായിരുന്നു മോട്ടറിൻ്റെ പാർട്സ് വേണം. അപ്പോൾ ഈ ഒരു സൈഡിലുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് വേണ്ടത് മെയിനായിട്ട് എങ്ങനത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, മോട്ടറിൻ്റെ ഉള്ളിൽ ഈ ഒരു ഷാഫ്റ്റ് വരുന്ന പീസാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, ഇതിങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വേണ്ട മോഡൽ പീസ് കുറേ ഉണ്ട്. ഇവിടുത്തെ ചേട്ടൻ്റെ പിള്ളേരായിട്ട് ഇവരൊക്കെ നമ്മളെ കണ്ടപ്പോൾ തന്നെ ഓടി വന്നാണ് അവർ. അപ്പോൾ ഇത് ഇവിടുത്തെ 1-2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ട മോഡൽ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളമടിക്കുന്ന മോട്ടറിൻ്റെ ഉള്ളിലുള്ള ഷാഫ്റ്റാണ്. ഇതാണ് ആ ഷാഫ്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി ഇരിപ്പുണ്ടാവും. അത് അഴിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ അഴിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ എടുക്കുക. അതിൽ എളുപ്പമായിട്ട് നമുക്ക് ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞാൽ കൊണ്ടുപോയാൽ മതി. അപ്പോൾ സംഭവം നമുക്ക് ബാക്കി ഡീലാക്കിയിട്ട് പിന്നെ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിത് ആക്രിക്കടയിൽ നിന്ന് നമ്മുടെ മോട്ടറിൻ്റെ ആ ഒരു പമ്പ് ചെയ്യുന്ന സെക്ഷനാണിത്. ഇതേ സംഭവം നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ഇത് നമ്മൾ നേരെ ഒരു പ്ലൈവുഡിൻ്റെ പീസിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു പീസിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ പണി. നമ്മൾ ഇതിവിടെ സെറ്റ് ചെയ്യുക. അതായത് ഈ ഒരു പോർഷൻ ഇവിടെ വെച്ചിട്ട് കണ്ടോ, ഇതിവിടെ ഒരു ബെയറിംഗ് ഉണ്ട്. ആ ബെയറിങ്ങിൻ്റെ അടിയിൽ നമ്മളൊരു മരത്തിൻ്റെ പീസ് വെച്ചിട്ട് ഇത് ക്ലാമ്പിട്ട് സ്ക്രൂ ചെയ്യും. അതുപോലെ നമുക്കിവിടെ ഹോളുകളുണ്ട്. ആ ഹോളുകളിൽ രണ്ടിലും നമ്മളൊരു ക്ലാമ്പ് ഇട്ടിട്ട് അത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് അടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു പീസ് നമ്മളിവിടെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ സെൽഫ് സ്ക്രൂ ജസ്റ്റ് 2 പകുതി അടിച്ച് വെച്ചു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇത് വെച്ചിട്ട് നമ്മളിനി സ്ക്രൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിനി സ്ക്രൂ ചെയ്യാം. ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു പീസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പീസ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തു. 2 സെൽഫ് സ്ക്രൂ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഹെഡ് സെക്ഷൻ, അതായത് നമ്മുടെ മോട്ടറിൻ്റെ ഹെഡ് സെക്ഷൻ നമ്മൾ ഇവിടേക്ക് കയറ്റി വെക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഇവിടെ ബെയറിങ് വെച്ചേക്കുന്നത് ടൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു ക്ലാമ്പ് വെച്ചിട്ടാണ് നമ്മുടെ ബെയറിങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് വെച്ചിട്ട് നമുക്ക് ഡ്രില്ലിൻ്റെ ഹെൽപ്പിൽ നമ്മളൊരു സെൽഫ് സ്ക്രൂ അടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്കൊരു ആണി വെച്ചാലും മതി. പണി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൽഫ് സ്ക്രൂ എടുത്ത് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബെയറിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ട, സിമ്പിളായിട്ടാണ് കറങ്ങുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് സെറ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ 2 ക്ലാമ്പ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 2 നട്ട് ഉണ്ട്. ഈ നട്ട് ലൂസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാമ്പ് അവിടെ വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ക്ലാമ്പ് നമ്മൾ സ്ക്രൂ ചെയ്ത് തന്നെയാണ് പ്ലൈവുഡിൽ വെക്കാൻ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. 2 മതിയാവും. അപ്പോൾ പിന്നെ നമ്മൾ ഇതേ കണ്ട, ഈ ഒരു ഹോളിൻ്റെ അവിടെ വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ നട്ട് ഇട്ടിട്ട്. ഇപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്നും ടൈറ്റ് ചെയ്താവില്ല, സ്പാനറിന് വേണം എന്തായാലും. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് നമുക്കിത് ഇതൊന്ന് കയറ്റി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പാനർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. നമ്മളെടുത്ത മോട്ടർ കുറച്ച് പഴയതായതുകൊണ്ട് ഇതൊക്കെ ടൈറ്റ് ചെയ്യാനായിട്ട് നല്ല പണിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിനി നമ്മുടെ ആ ഒരു ക്ലാമ്പ് സ്ക്രൂ ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ഫുള്ളായിട്ട് ഒടിച്ച് സ്ക്രൂ ചെയ്ത പണി കിട്ടും. കാരണം ഡെസ്കുമ്മേക്ക് തുളഞ്ഞു കയറും. പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു പ്രഷർ വരുമ്പോൾ പ്രശ്നം വരരുതല്ലോ. അപ്പോൾ നമ്മൾ 3 ഹോളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാമ്പ് ബോഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ സെറ്റ് ചെയ്യാനുള്ള പണികളൊക്കെ കഴിഞ്ഞു. അതായത് നട്ടും ബോൾട്ടും ഇട്ടുള്ള പരിപാടികൾ മൊത്തം കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ ഉള്ളത് കുറച്ച് ഹോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ അവസാനത്തെ സ്ക്രൂ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എല്ലാ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്തു. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത് നമുക്ക് ഓസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതായത് ഓസിൻ്റെ കോളർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ പണി നോക്കിയാലോ. അടുത്തായിട്ട് നമ്മുടെ ഒരു ഓസ് കോളർ എടുത്തിട്ട് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാലേ നമ്മുടെ ഓസ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഷെർലാക്ക് കുറച്ച് അതിൽ അടിച്ചു കൊടുത്തിട്ടാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓസ് കോളർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓസ് സെറ്റ് ചെയ്ത് കൊടുക്കണം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഓസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് വെള്ളത്തിലിടാനുള്ള ആ ഒരു ഓസാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് അറ്റം നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഫുഡ് വാൽവ് വേണം, എന്നാലേ നമുക്ക് വെള്ളമൊക്കെ വലിച്ചെടുക്കുമ്പോൾ അത് ബ്ലോക്കായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ അതിൽ കൂടെ പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു ഓസ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ശരിക്കും ചൂടാക്കിയൊക്കെയാണ് കയറ്റേണ്ടത്, കയറിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും ചൂടാക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഓസ് നമ്മൾ സാധാ പോലെ കയറ്റാൻ നോക്കിയിട്ട് കയറുന്നില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. ചൂടായി കഴിഞ്ഞാൽ പിന്നെ സംഭവം കയറിക്കോളും. അപ്പോൾ നമ്മുടെ ഓസ് നല്ലോണം വഴങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഇത് കയറ്റി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കയറിയിരുന്നോളും. കണ്ട നല്ല അടിപൊളിയായിട്ട് കയറിയിരിപ്പുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെള്ളത്തിൽ ഇടാനുള്ള ഓസ്. അതുപോലെ ഇതാണ് നമ്മൾ കരക്കി വെച്ചിട്ട് ഇതിൽ നമ്മളിനി ബൈക്കിൻ്റെ ടയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ആ പണി എങ്ങനെയാണ് നോക്കണ്ടേ, ബാ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബൈക്കിലാണ് നമ്മുടെ ഈ ഒരു മോട്ടർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെറ്റിങ് വളരെ സിമ്പിളാണ്. നമ്മൾ ഉണ്ടാക്കി പ്ലാറ്റ്ഫോം ജസ്റ്റ് ഇതിലേക്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇതേ അപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടി സെൻട്രൽ സ്റ്റാൻഡിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വീല് ഫ്രീ ആയിട്ട് കറങ്ങിക്കോളും. പിന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക്, അതായത് നമ്മുടെ ഈ വീല് ഈ ഒരു സംഭവത്തിൽ മുട്ടണ ആ ഒരു രീതിയിൽ വേണം വെക്കാനായിട്ട്. ഇപ്പോൾ എല്ലാ മോട്ടറിനും ഇതുപോലെ ഉണ്ടാവും. നമ്മൾ അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് നമ്മളിതേ കണ്ടോ അവിടേക്ക് കറക്റ്റായിട്ട് കയറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വീല് കറങ്ങുമ്പോൾ ഇത് അറ്റാച്ച്ഡായിട്ട് കറങ്ങിക്കോളും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും നമ്മുടെ വീല് കറങ്ങുമ്പോൾ അതേ സ്പീഡിൽ തന്നെ നമ്മുടെ ഈ ഒരു ആർമേച്ചർ കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോകണം. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കറക്കിയപ്പോഴും നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫുഡ് വാലിൽ വെള്ളം നിറച്ച് നേരെ തോട്ടിലിട്ടിട്ട് വെള്ളം പമ്പ് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത പണി. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ഫുഡ് വാൽവിൻ്റെ സെക്ഷനിൽ നമ്മൾ വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്. എന്നാലേ മോട്ടർ വെള്ളം വലിക്കുകയുള്ളൂ. അപ്പോൾ നേരെ തോട്ടിലേക്ക് പോയനെ. ഇനി നമ്മൾ വെള്ളമൊഴിച്ച് നിറച്ച് കൊടുക്കണം. കുറച്ച് നേരം ഒഴിക്കാനുണ്ടാവും, എന്തായാലും ഒറ്റയടിക്കൊന്നും അറിയൂല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വെള്ളം ഒരുവിധം അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നണേ. അപ്പോൾ നമ്മുടെ ഫുഡ് വാൽവിൽ നമ്മൾ വെള്ളം നിറച്ച് ഫില്ലാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് മുക്കിയിട്ടൊക്കെ ഇതിലേക്ക് അധികം അടിയിലേക്ക് പോയാൽ ചിലപ്പോൾ ചെളി പിടിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് മുക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു കുഞ്ഞ് ഹോസ് നമുക്കിവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. വെള്ളം വരുന്നത് നമുക്ക് ഔട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പമ്പിൻ്റെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയി. നമ്മുടെ ഫുഡ് വാൽവ് നമ്മുടെ വെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ റെഡ് കളർ കാണുന്നത് ഫുഡ് വാൽവ് പൊന്തി കിടക്കുന്നതാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ ഔട്ട് വരുന്ന ഒരു സെക്ഷൻ ഉള്ളത്. ഇനിയിപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ് നല്ല വർക്കിംഗ് ആണോ എന്ന്. അപ്പോൾ ജസ്റ്റ് നമ്മളിത് ഇവിടെ വെച്ചുകൂട്ടാം. അല്ല എൻ്റെ കൈ പിടിക്കണോ? കൈ പിടിച്ചോ? ഓക്കെ, ഞാൻ കൈ പിടിച്ചേക്കാം. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. റെഡി? പമ്പിന്ന് വെള്ളം തന്നെ ഉണ്ടാവേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഫോർത്തിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മോട്ടറിൽ നല്ല അടിപൊളിയായിട്ടാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ സെക്ഷൻ ഇവിടെ ലോക്ക് ചെയ്തേക്കാണ്. ഒരു കയറിട്ട് കെട്ടിയിട്ട് ഇത് ലോക്ക് ചെയ്തേക്കാണ്. നമ്മുടെ ഈ ഒരു വെള്ളം വരുന്നത് പറഞ്ഞാൽ നല്ല ഫോഴ്സിലാണ് സംഭവം നോക്കി. നല്ല അടിപൊളി ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡിൻ്റെ വെള്ളം കളയട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ എഞ്ചിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ വെള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫോഴ്സിലാണ്. ഒന്ന് വൈഡ് വെച്ച് കാണിച്ചു കൊടുക്കാം ഇവരെ ഫോഴ്സ് ഉണ്ട്. വെള്ളം വന്നിരിക്കുന്നത് നല്ല ഫോഴ്സുണ്ടല്ലേ. അപ്പൊ അവിടെ അടിപൊളി ഫോഴ്സ് എന്ന് പറയണേ. പണ്ടത്തെ കൃഷിക്കാരാണ്, മീൻപിടുത്തക്കാരനാണ്. പുള്ളി വിചാരിക്കണമല്ല ഈ തോട് മൊത്തം വലിയിട്ട് മീനെ പിടിച്ച് സെറ്റാക്കണ പുള്ളിക്കാരനാണ്. അതുപോലെ നമ്മുടെ മോട്ടറിൽ അടിപൊളിയായിട്ടാണ് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോഴ്സ് ഇതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. ഹേ പുള്ളി ഇവിടെ തോട്ടിൽ എപ്പോഴും മലയ്ക്കിടുന്ന പുള്ളിക്കാരാണ്. പുള്ളിക്ക് കൊടുത്ത വെള്ളമൊന്നും ഒരു സംഭവമല്ല. സംഭവം ഇങ്ങനെ ഇരിക്കില്ലേ. നല്ല ആവേശത്തിലാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു മോട്ടർ നമ്മൾ
എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമുക്ക് എല്ലാ സ്ഥലത്തും കറണ്ട് ഉണ്ടാവണമെന്നില്ല. അതുപോലെ ഇപ്പൊ കൃഷി ചെയ്യുന്നത് പാടത്തൊക്കെ ആയിരിക്കാം. പാടത്തൊക്കെ വെള്ളം കിട്ടാണ്ട് പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഈ അപ്പാപ്പനൊക്കെ കൃഷി ചെയ്ത് തരുന്ന ആളാണ്. എങ്ങനെയായിരുന്നു വെള്ളമൊക്കെ എടുത്തറന്ന്? തേവിയാണ് വെള്ളം എടുത്തറന്ന്. അന്ന് ഈ ഒരു ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പണി എടുക്കണ്ടായിരുന്നല്ലേ. തേവിയാണ് വെള്ളം എടുത്തറഞ്ഞത്. അതായത് നമ്മുടെ കോരിയാണ് അന്നൊക്കെ വെള്ളം എടുത്തറഞ്ഞത്. അന്ന് ഈ ഒരു ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര പാട് കിടന്ന വരില്ലായിരുന്നു. സംഭവം കൃഷിക്കാർക്കൊക്കെ നല്ല ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണിത്. കാരണം നമുക്ക് തോട്ടിൽ നിന്നൊക്കെ വെള്ളം അടിച്ച് കയറ്റാൻ പറ്റും. മോട്ടർ വേണ്ട, കറണ്ട് വേണ്ട, ജസ്റ്റ് ഒരു ഹെഡ് കൊണ്ടെന്ന് വെക്കാം. എല്ലാത്തിനും പറ്റുന്ന ഒരു സാധനമാണ്. സംഭവം നല്ല അടിപൊളി ഫോഴ്സ് കണ്ട. ഫോഴ്സ് പറഞ്ഞാൽ അമ്മാതിരി ഫോഴ്സാണ്. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെ മോട്ടറിന്റെ പണി നമ്മൾ നിർത്തി വെച്ചേക്കാണ്. അപ്പൊ ബാക്കി ഇനി നമുക്ക് ഔട്ട് പോലെ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറേ പേർക്ക് മിക്കവാറും ഉപകാരപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഈ കറണ്ടും അതുപോലെ മോട്ടറും നമുക്ക് ചുമന്നുകൊണ്ട് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്ക് വെള്ളമൊക്കെ പമ്പ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. കാരണം നമുക്ക് കറണ്ടിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു എഞ്ചിൻ നമ്മൾ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മോട്ടർ ഹെഡും പിന്നെ നമ്മൾ ഏത് വണ്ടിക്ക് പോകുന്ന ആ വണ്ടിയുടെ വീലിൻ്റെ ആ ഒരു RPM യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബുള്ളറ്റ് പോലുള്ള വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്ന അത്ര ലാഭമായിരിക്കില്ല. മൈലേജ് കൂടുതലുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് ഇത് ഉപകാരപ്പെടും. കാരണം നമ്മൾ ആ ഒരു എഞ്ചിനിൽ ഒഴിക്കുന്ന ഫ്യൂവലേ നമുക്ക് വണ്ടിയിൽ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. സുഖമായില്ലേ?